ഹലോ ഗൈസ്, ബിരിയാണി ഇഷ്ടമില്ലാത്തവർ ആരും ഉണ്ടാവില്ല. സോ ബിരിയാണി തന്നെ പലതരത്തിലുള്ള ബിരിയാണികളുണ്ട്. സോ നമ്മുടെ ദാവത്ത് ഇപ്പോൾ പലതരത്തിലുള്ള ബിരിയാണി കിറ്റ്സ് അവർ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. സോ ഇന്ന് ഞാൻ അതൊന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. ഒരു ലെഗ് ടവ് ബിരിയാണിയാണ് ഞാൻ പരീക്ഷിക്കാൻ പോകുന്നത്. സോ അതിന് അവർ പറഞ്ഞിരിക്കുന്ന ഭയങ്കര പ്രോപ്പർ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്, എല്ലാം ഉണ്ട്. സോ ആദ്യം തന്നെ അതിനകത്ത് ഉണ്ടായിരുന്നത് അരി ഉണ്ടായിരുന്നു. അപ്പോൾ അത് പാക്ക് പൊട്ടിച്ച് നന്നായിട്ട് കഴുകിയിട്ട് ഒരു അരമണിക്കൂർ സോക്ക് ചെയ്യാനാണ് അവർ പറഞ്ഞത്. സോ ഞാൻ പാക്കറ്റ് പൊട്ടിച്ചു. നല്ല നമ്മുടെ ദാവത്തിൻ്റെ അരി തന്നെയാണ്. സോ അതെന്തായാലും വെള്ളം ഒഴിച്ചു, നന്നായിട്ട് കഴുകി ഊറ്റി അരമണിക്കൂറത്തേക്ക് ഞാൻ എന്ത് ചെയ്യാൻ വെച്ചു, അതൊന്ന് സോക്ക് ചെയ്യാനും എല്ലാമായിട്ട് അവർ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ചെയ്തു. പിന്നെ ഈ പാക്കിനകത്ത് അരി മാത്രമല്ല, അതേപോലെ തന്നെ ബിരിയാണി ഗ്രേവി ഉണ്ടായിരുന്നു, പിന്നെ ഗ്രാമ്പൂ പട്ട, അങ്ങനത്തെ എന്താ പറയുക, ചോറ്, നമ്മുടെ ബിരിയാണി റൈസ് വേവിക്കുമ്പോൾ വെക്കേണ്ട സാധനങ്ങൾ, അതേപോലെ തന്നെ എന്താ പറയുക, റായ്ത്തയ്ക്കുള്ള സ്പെഷ്യൽ ഇതുണ്ടായിരുന്നു. ഇവർ പറഞ്ഞിരിക്കുന്ന റായ്ത്ത ഉണ്ടാക്കാനായിട്ട് ആ റൈത്ത പൊടി പൊട്ടിച്ചിട്ട് നമ്മൾ കേർഡിൽ ഇട്ട് വേണമെങ്കിൽ ഒണിയനും എല്ലാം ഇട്ടൊന്ന് ഇതാക്കിയാൽ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. റായ്ത്ത ഞാൻ ഉണ്ടാക്കി നോക്കിയില്ല. ബിരിയാണി നന്നായിട്ട് ഞാൻ അരി എന്തായാലും സോക്ക് ചെയ്യാനും 2 പ്രാവശ്യം നന്നായിട്ട് കഴുകി എല്ലാ അഴുക്കും എല്ലാം കളഞ്ഞതിന് ശേഷം ഞാൻ ഇതാക്കാൻ വെച്ചു. സോ ഇത്ര സാധനങ്ങളാണ് ആ പാക്കറ്റ് പൊടിച്ചപ്പോൾ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത്. പിന്നെ ഒരു ഇൻസ്ട്രക്ഷൻ ഉണ്ടായിരുന്നു, എങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു ഇൻസ്ട്രക്ഷൻ കാണേണ്ട. അതിനകത്ത് വളരെ വ്യക്തമായിട്ട് എല്ലാം എഴുതിയിട്ടുണ്ട്. എങ്ങനെ ചോറിൻ്റെ പ്രിപ്പറേഷൻസ്, അതേപോലെ തന്നെ ഗ്രേവി എന്തെല്ലാം ചെയ്യാം, പിന്നെ എങ്ങനെയാണത് ഇതാക്കുന്നത്, എല്ലാ രീതിയിലും വളരെ വ്യക്തമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ ഇതിനകത്ത് QR കോഡ് വെച്ചിട്ട് അതും ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അരമണിക്കൂർ സോക്ക് ചെയ്തതിന് ശേഷം ഞാൻ അടുപ്പത്ത് വെള്ളം വെച്ചു. അതേപോലെ തന്നെ ഇതിനകത്തുണ്ടായിരുന്ന പാക്കറ്റിലുണ്ടായിരുന്ന ഇതിട്ടു. ഇവർ എണ്ണ ഒഴിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്, ഞാൻ നെയ്യ് ഇട്ടു എന്നേ ഉള്ളൂ. എന്നിട്ട് അല്പം ഉപ്പ് ഇടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെള്ളത്തിൽ. സോ അല്പം ഉപ്പ് ഇട്ടിട്ട് വെള്ളം തിളയ്ക്കാനായിട്ട് ഞാൻ വെച്ചു. വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷമാണ് അരമണിക്കൂർ സോക്ക് ചെയ്ത് അരി ഇടാൻ പറഞ്ഞിരിക്കുന്നത്. സോ വെള്ളം തിളയ്ക്കാനായിട്ട് ഞാൻ വെയിറ്റ് ചെയ്തു. വെള്ളം തിളച്ചു. സോ വെള്ളം തിളച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ആ അരി ഇട്ട് കൊടുത്തു. നിങ്ങൾക്ക് കാണാം. ഇനി അരി അവർ 75% വെന്താൽ മതി എന്നാണ് പറയുന്നത്. ബിരിയാണി സാധാരണ ചെയ്യണ പോലെ തന്നെ. സോ എന്നിട്ട് ബാക്കിയുള്ള വെള്ളം ഊറ്റിക്കളയാനാണ് പറഞ്ഞത്. സോ ഞാൻ ബാക്കിയുള്ള വെള്ളം ഞാൻ ഊറ്റിക്കളഞ്ഞു. എന്നിട്ട് അത് അവിടെ തന്നെ അങ്ങനെ തന്നെ മൂടി അങ്ങ് വെച്ചു. ഇനിയെന്ന് വെച്ചാൽ അടുത്ത പാനിൽ ഞാൻ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാം. ഒന്നില്ലെങ്കിൽ വെജിറ്റബിൾ ആക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ചിക്കൻ, മട്ടൻ, ഏത് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്നതാണ്. 300 ഗ്രാമിൻ്റെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. സോ ഞാൻ ഇവിടെ പ്രോൺസ് ആണ് എടുത്തിരിക്കുന്നത്. സോ ആദ്യം പാനിൽ എണ്ണ ചൂടാക്കിയതിന് ശേഷം നമ്മൾ ഈ ഒണിയൻ ഇതാക്കി വെക്കണമല്ലോ. സോ സവാള എടുത്ത് നന്നായിട്ട് മൂപ്പിച്ച് മാറ്റി വെക്കാമെന്ന് വിചാരിച്ചു. സോ ആദ്യം ഞാൻ അതാണ് ചെയ്തത്. നെയ്യ് നന്നായിട്ട് ചൂടായി കഴിഞ്ഞപ്പോൾ ഞാൻ സവാള ഇട്ടു. സവാള നന്നായിട്ട് ബ്രൗൺ കളർ ആവുന്ന വരെ ഞാൻ നന്നായിട്ട് മൂപ്പിച്ചിട്ട് മാറ്റി വെച്ചു. നമുക്ക് ഗാർണിഷിങ്ങിൻ്റെ ഒരു എഫക്റ്റിന് വേണ്ടിയിട്ട്. സോ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇത് പെട്ടെന്ന് ഇതാക്കാൻ വേണ്ടി ചെറിയ രീതിയിലൊരു ഉപ്പ് ഇതാക്കി കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് ബ്രൗൺ കളറായി കിട്ടും. സോ സവാള ഇങ്ങനെ മൂത്ത് നല്ല നല്ല ബ്രൗൺ ആയിട്ട് കിട്ടണം. കരിയരുത്, പക്ഷേ നല്ല ബ്രൗൺ, ഇങ്ങനെ പൊട്ടി പൊട്ടി പോകുന്ന രീതിയിൽ ബ്രൗൺ ആയിട്ട് എനിക്ക് കിട്ടി കേട്ടോ. ലോ ഫ്ലെയിമിലിട്ട് ചെയ്താലും ഹൈ ഫ്ലെയിമിൽ ഇട്ടാലും നിങ്ങളെപ്പോഴും അവിടെ വേണം, അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് കരിഞ്ഞു പോകും പെട്ടെന്ന്. സോ ഞാൻ 2 സെറ്റായിട്ട് ഇത്തിരി ഇട്ടായിരുന്നു. കണ്ടോ, ചെറിയ ലൈറ്റ് ബ്രൗണിഷാണ് വരുന്നത്. അപ്പോൾ അതിങ്ങനെ ഇതാക്കി കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അങ്ങ് ബ്രൗൺ ആകാൻ തുടങ്ങും. സോ ഞാനത് മാറ്റി സൈഡിലോട്ടാക്കി വെച്ചു. ബാക്കിയുള്ള എണ്ണയിൽ ഞാൻ ഇച്ചിരി സവാള മൂപ്പിച്ചതിന് ശേഷം ഞാൻ പ്രോൺസ് ആദ്യമേ തന്നെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രോൺസും കൂടി ഇട്ട് ഇനി ദാവത്തിൻ്റെ മസാലയാണ്. ദാവത്തിൻ്റെ മസാല ഇട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അല്പം വെള്ളം ഒഴിച്ച് അതിനെ ഒന്ന് കുറച്ച് സമയം വേവിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഞാൻ ഗ്രേവി ഇട്ട് നന്നായിട്ടൊന്ന് ഇതാക്കിയതിന് ശേഷം വെള്ളമൊഴിച്ച് അല്പസമയം വേവിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം ലെയർ ചെയ്യാൻ മാത്രമാണ് അവർ പറയുന്നത്. സോ ഇനി അതൊന്ന് വേവട്ടെ. കണ്ടോ, തള വന്ന് ഇച്ചിരി ഒന്ന് വെന്തതിന് ശേഷം ഒന്ന് കുറുക്കിയെടുത്തു ഞാൻ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിനകത്തുനിന്ന് കുറച്ച് മാറ്റി വെച്ചു. എന്നിട്ട് അതിൻ്റെ പൊക്കത്തേക്ക് നമ്മൾ നേരത്തെ വെച്ചിരുന്ന റൈസ്, അത് കഴിഞ്ഞിട്ട് ലെയറായിട്ടാണ് ചെയ്തത്.
നന്നായിട്ട് അങ്ങ് ആ പത പോലെ വരുന്നില്ല, അത് പോയിട്ട് എണ്ണ തെളിയണം, അതാണ് നമ്മുടെ ഉദ്ദേശം. സോ എണ്ണ തെളിയുന്ന വരെ ഞാൻ നന്നായിട്ടൊന്ന് ഗ്രേവി ഇളക്കി കൊടുത്തു. നന്നായിട്ട് ഇതാക്കി കേട്ടോ, അല്ലെങ്കിൽ ആ പ്രോൺസിലൊന്നും പിടിക്കത്തില്ലല്ലോ, അതുകൊണ്ട്. പിന്നെ ഇതിനകത്ത് നമ്മൾ സെപ്പറേറ്റ് ഉപ്പോ അല്ലെങ്കിൽ വേറെ മസാലകളോ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല, എല്ലാം തന്നെ ആ ഗ്രേവിയിലുണ്ട്. സോ ഞാൻ അതുകൊണ്ട് ഒന്നുമേ ചെയ്തില്ല. അപ്പോൾ ഇത് നല്ല രീതിയിലായി കഴിഞ്ഞ ശേഷം ഞാൻ കുറച്ചൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചു, കാരണം ലെയർ എന്നുള്ള ഫോർമേഷൻ. എന്നിട്ട് ഇതിങ്ങനെ വിടർത്തിയിട്ട് കൊടുത്തു. തീ ലോ ഫ്ലെയിമിലാണ് ഞാൻ വെച്ചത്. അതിന് ശേഷം എന്താ പറയുക, ഫസ്റ്റ് ലെയർ ഞാൻ ചോറിട്ട് കൊടുത്തു. ഫസ്റ്റ് ലെയർ ചോറ് നന്നായിട്ട് വിടർത്തി അങ്ങിട്ട് അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ നമ്മുടെ മൊരിഞ്ഞ ഉള്ളി ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അതൊന്ന് ഇട്ട് കൊടുത്തു. അതിനുശേഷം പിന്നെ ബാക്കി ഉണ്ടായിരുന്ന ഗ്രേവീസ് മുഴുവൻ ഞാൻ ഒന്നും കൂടെ ഇട്ടിട്ട് ഞാൻ പിന്നെയും റൈസ് ഇട്ട് കൊടുത്തു. അപ്പം അങ്ങനെ ജസ്റ്റ് 2 ലെയർ എന്നുള്ള രീതിയിൽ റൈസ് മുഴുവനായിട്ട് ഇട്ടതിന് ശേഷം ഗാർണിഷ് ചെയ്യാൻ വേണ്ടി പിന്നെയും ആ ഉള്ളി. ഇവർ പറഞ്ഞിരിക്കുന്നത് സാഫ്രോണൊക്കെ വേണമെങ്കിൽ ഇതാക്കാൻ പറ്റുന്നതാണ്. അതേപോലെ അണ്ടിപ്പരിപ്പ്, കിസ്മിസ് അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇടാവുന്നതാണ്. ഞാനതൊന്നും ഇട്ടില്ല. സോ അതും കൂടെ ചെയ്യാനായിട്ട് അവർ പറയുന്നുണ്ട്. സോ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞ് കുറച്ച് നേരം ഒന്ന് മൂടി വെച്ച് വേവിക്കുക, നമ്മുടെ ദമ്മ് പോലുള്ള രീതിയിൽ. അത്രേ പറഞ്ഞിട്ടുള്ളൂ. സോ നമ്മുടെ അടിപൊളി ബിരിയാണി റെഡിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ദാവത്തിൻ്റെ ഇതേപോലെ ഒരുപാട് കിറ്റ്സ് ഉണ്ട്. അപ്പോൾ വീണ്ടും കാണും വരെ ബായ്.